കോൺഗ്രസിനകത്തുള്ള ചില പ്രശ്നങ്ങൾ അത് വലിയ രീതിയിലുള്ള പുറത്തേക്ക് പ്രശ്നമായി ബാധിക്കുകയാണ്. ഇപ്പോൾ ഇടയിലുണ്ട മുഖ്യമന്ത്രി പ്രശ്നം, അതിപ്പോൾ അതുപോലെ ഇപ്പോൾ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, ജി. സുധാകരൻ തമ്മിലുള്ള മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ഈ സംഘട്ടനത്തിൽ അത് അണികൾക്കും വലിയ രീതിയിൽ ബാധിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ തൊട്ടറിഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജനാധിപത്യ രീതിയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം LDFന്റെ ഭരണത്തിൽ നമുക്ക് കാണാൻ സാധിച്ച് കോവിഡ് വന്ന്, അതുപോലെ തന്നെ പ്രളയം, നിപ്പ, ആ സമയത്ത് കൃത്യമായ രീതിയിൽ ഭക്ഷണ സാധനങ്ങളും ആരോഗ്യ വകുപ്പുകളിലും എല്ലാം കൃത്യമായ രീതിയിൽ തന്നെ LDF സർക്കാരോട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. UDF ഏറെ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ്. കാരണം ഈ കഴിഞ്ഞു പോയ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവർ മികച്ച വിജയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പാലക്കാട്, നിലമ്പൂര്, പുതുപ്പള്ളി തുടങ്ങിയ ഉപതിരഞ്ഞെടുപ്പിലും അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടുകളെല്ലാം അവരുടെ നിയമസഭയിലേക്കുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് അവർ കാണുന്നത്. കേരള നിയമസഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ ജനങ്ങളും ആ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു പോയ കാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കാം ഈ വർഷത്തുള്ള റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തുള്ള വിജയം അനിവാര്യമായൊരു കാര്യം തന്നെയാണ്. അതെല്ലാം മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ ഏതൊരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത ഒരു പാർട്ടി എന്ന പേര് LDFന് കുത്തിവെക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഒരു വർഷത്തുള്ള വോട്ടിംഗ് വളരെ നിർണായകമാണ്. അത് വിജയിക്കുകയല്ലാതെ മറ്റൊരു വഴി ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ UDF എന്ന പാർട്ടിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലായിരിക്കും ആ ചിന്ത പോകുന്നത്. NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന സീറ്റുകളും അതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷ വിജയങ്ങൾ കൈവരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് യാതൊരു പ്രവർത്തനവും കേരള സംസ്ഥാനത്ത് NDA സർക്കാരുണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന ഈ ഒരു പോളിംഗിൽ അത് മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. മുസ്ലിം ഇപ്പോൾ ഇവിടെ UDF ഏറെ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ്. കാരണം ഈ കഴിഞ്ഞു പോയ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവർ മികച്ച വിജയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പാലക്കാട്, നിലമ്പൂര്, പുതുപ്പള്ളി തുടങ്ങിയ ഉപതിരഞ്ഞെടുപ്പിലും അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടുകളെല്ലാം അവരുടെ നിയമസഭയിലേക്കുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് അവർ കാണുന്നത്. ഇത്രയധികം പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിനകത്തുള്ള ചില പ്രശ്നങ്ങൾ അത് വലിയ രീതിയിലുള്ള പുറത്തേക്ക് പ്രശ്നമായി ബാധിക്കുകയാണ്. ഇപ്പോൾ ഇടയിലുണ്ട മുഖ്യമന്ത്രി പ്രശ്നം, അതിപ്പോൾ അതുപോലെ ഇപ്പോൾ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, ജി. സുധാകരൻ തമ്മിലുള്ള മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ഈ സംഘട്ടനത്തിൽ അത് അണികൾക്കും വലിയ രീതിയിൽ ബാധിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ത്വര അവരിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. പക്ഷെ നേരെ മറിച്ച് LDFനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രശ്നങ്ങൾ LDFന് മറ്റ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാതെ തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ തൊട്ടറിഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജനാധിപത്യ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം LDFന്റെ ഭരണത്തിൽ നമുക്ക് കാണാൻ സാധിച്ച് കോവിഡ് വന്ന്, അതുപോലെ തന്നെ പ്രളയം, നിപ്പ, ആ സമയത്ത് കൃത്യമായ രീതിയിൽ ഭക്ഷണ സാധനങ്ങളും ആരോഗ്യ വകുപ്പുകളിലും എല്ലാം കൃത്യമായ രീതിയിൽ തന്നെ LDF സർക്കാരോട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വയനാട് ചൂരൽമല മുണ്ടക്കിയ സമയത്തിൽ കൃത്യമായ രീതിയിൽ LDF പാർട്ടിയും അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു വരേണ്ട മുസ്ലിം ലീഗ് പാർട്ടിയെ അവർ കൃത്യമായി അവർക്ക് കഴിയുന്ന രീതിയിൽ വീടുകളും അവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളും സാഹചര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ഒരുക്കി കൊടുത്ത് നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ്. LDFും അതേപോലെ മുസ്ലിം ലീഗൊക്കെ ഇങ്ങനെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഇടയിലുണ്ടായിരുന്ന ചെറിയ വീഴ്ച അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇത്രയും പാവങ്ങളോട് അടുത്ത് പഴകേണ്ട ഈ സാഹചര്യത്തിൽ പോലും അവർക്ക് വേണ്ടി സ്വരൂപിച്ച പണത്തിൽ നിന്ന് അഴിമതി നടത്തുക എന്നത് വലിയൊരു വീഴ്ച തന്നെയാണ്. ഈ സംഭവം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. നേരത്തെ പറഞ്ഞ ഈ വയനാട്ടിലെ പുനരധിവാസം എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഏറെ ചർച്ചയേറിയ വിഷയം തന്നെയാണ്. അപ്പോൾ ഈ അവസരത്തെ രണ്ട് പാർട്ടികളും വോട്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഒരു കൃത്യമായിട്ടുള്ളൊരു പുനരധിവാസം സൃഷ്ടിക്കാൻ ഇരു കൂട്ടർക്കും സാധിച്ചിട്ടില്ല. LDF സംബന്ധിച്ചിടത്തോളം ഈ തൊട്ടു മുന്നെയാണ് അവർ ഈ ഇലക്ഷന് മുന്നെയാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ വീടുകളൊന്നും തീരെ വാസയോഗ്യമല്ല എന്ന് പറയേണ്ടി വരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗത്ത് നോക്കിയിട്ട് തന്നെ എല്ലാവരും വഴി അവർ ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഈ മെയ് 4 ആരധികാരത്തിൽ വന്നാലും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക എന്നതാണ് ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത്. അഴിമതിമുക്തവും അധികാര കേന്ദ്രീകവുമായ ഒരു ഭരണമാണ് ഇനി കാഴ്ചവെക്കേണ്ടത്. അതല്ലാതെ സ്ഥാനമോഹം കൊണ്ട് അത് ഒരു വലിയ സംഭവം എടുക്കലല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ ജനാധിപത്യ ഭരണമാണ് ഓരോ ഭരണാധികാരിയും നടത്തിക്കൊണ്ടുവരേണ്ടത്. ചില ആളുകളുടെ ഭരണം കണ്ടാൽ അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഭരണമായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാമ്പുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് പകരം ഇരു വിഭാഗങ്ങളും തർക്കങ്ങൾ മാത്രമാണ് പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജനറേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ ട്രെൻഡിങ്, ബ്രാൻഡിങ് തുടങ്ങിയൊക്കെ വളരെയധികം സ്വാധീനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ മൂല്യമേറിയ ചർച്ചകൾ ഉണ്ടായോ എന്ന് ഞാൻ ആലോചിക്കുകയും
ഒരു രാഷ്ട്രീയ പരിസരത്തെ പ്രബുദ്ധമായി കത്തിച്ചു നിർത്തുവാൻ ആവശ്യമായ ചർച്ചകൾ ഉണ്ടാകേണ്ടതാണ്. അതാണിപ്പോൾ കേരളം ആവശ്യപ്പെടുന്നത്. ഇതിൽ പറഞ്ഞതിനോട് ഒന്നും കൂടി ചേർത്തി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു പാർട്ടി ഭരണത്തിൽ വന്നാലും യാതൊരു തരത്തിലുള്ള വർഗീയതയോടോ വിഭാഗതയോടോ ഏതൊരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നാണ്. ഏതൊരു പാർട്ടി വന്നാലും അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ് മുൻപോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത്.